ഹലോ ഗൈസ്, ഇനി നമുക്കൊരു ചെറിയൊരു ഗെറ്റ് റെഡി കണ്ടാലോ. ഞാനിപ്പോൾ ഒന്ന് എൻ്റെ കസിൻസുമായിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സിമ്പിൾ മേക്കപ്പാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ ഇപ്പം ഫോക്സ്ടെയിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഇപ്പോൾ കറക്റ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല ഓയിൽ കൺട്രോൾ ബാലൻസ് ചെയ്യാനും ഒക്കെ നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒഴിച്ചുകൂടാനാവാത്ത വേറൊരു ഐറ്റം സൺസ്ക്രീൻ. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് SPF 80 ആണ്. അപ്പോൾ ഇതിനാ മെഡിക്കൽ സ്റ്റോറിൽ പോയാലും SPF 80 ഉള്ളത് നോക്കിയിട്ട് വാങ്ങിച്ചതാട്ടോ. അങ്ങനെ അതും കൂടി നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പൊതുവേ ഡെയിലി ഞാൻ എവിടെ പുറത്ത് പോകുമ്പോഴും ഈ ഒരു സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഒരിക്കലും ഒഴിവാക്കില്ല കേട്ടോ. ഈ രണ്ട് ഐറ്റം എന്തായാലും എൻ്റെ ഫേസിലുണ്ടാവും. ഇനി നെക്സ്റ്റ് ഞാൻ ഐബ്രോ ആണ് ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. അതും എനിക്ക് മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഫേസസ് കാനഡേൻ്റെ ഐബ്രോ ഷേപ്പറാണ്. ഇതുപോലത്തെ ഒരു പൗഡറും ഉണ്ടാവും, ഒരു ക്രീം പോലത്തെ സംഭവം ഉണ്ടാവും. അപ്പം എൻ്റെ കയ്യിലുള്ളത് ബ്രൗൺ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബ്ലാക്ക് കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് ഞാൻ ഷേപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ അധികം കട്ടിയില്ലാത്ത പിരികായതുകൊണ്ട് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി നെക്സ്റ്റ് ഐറ്റാണ് നമ്മുടെ ലാക്മീൻ്റെ CC ക്രീം. ഞാനിപ്പം ലാക്മീൻ്റെ CC ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഡെയിലി എപ്പോഴും പോകുമ്പോഴൊന്നുമല്ല, ഇങ്ങനെ കാഷ്വലായിട്ട് നമ്മൾ കസിൻസുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പെട്ടെന്ന് പുറത്ത് പോകാലോ അന്നേരം അപ്ലൈ ചെയ്യുന്ന ഒരൈറ്റാണ് ഈ ഒരു CC ക്രീം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നോർമലി സൺസ്ക്രീമും മോയ്സ്ചറൈസറും മാത്രം ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അതും കൂടി അപ്ലൈ ചെയ്ത് അപ്പം കണ്ട നമ്മുടെ കളറ് ഏകദേശം ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ CC ക്രീം ബേജാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് വണ്ണായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഞാനിപ്പോൾ മെബെലൈൻ്റെ ഫിറ്റ്മിൻ്റെ ബ്രാൻഡായിട്ടുള്ള കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. ഇനി മുഖം മാത്രം മുഞ്ചാക്കി പോകില്ലല്ലോ, കണ്ണൊക്കെ എഴുതണ്ടേ. അങ്ങനെ ഞാൻ മെബെലൈൻ്റെ ഐലൈനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കണ്ണിൽ ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും ജസ്റ്റ് ഒന്ന് പൗഡറോ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡറോ എടുത്തിട്ട് അതിൻ്റെ മേലിലൊന്ന് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഞാനിതുപോലെ ലൈന് വരും കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് മേലിൽ മാത്രമേ വരാറുള്ളൂ. ഡാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അധികം ഞാൻ കൺവെൻഷൻ യൂസ് ചെയ്യാറില്ല. അങ്ങനെ കണ്ണൊക്കെ എഴുതി. ഞാനിങ്ങനെയാണ് സിമ്പിളായിട്ട് കണ്ണെഴുതാറ്. ഇനി എല്ലാവരുടെയും എഡിക്റ്റായിട്ടുള്ള ലിപ്സ്റ്റിക്കും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ മെബെലൈൻ്റെ ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ മുക്കാൽ ഭാഗം ഉള്ളതും മെബെലൈൻ തന്നെയാണ് കേട്ടോ. ഞാൻ ഫൗണ്ടേഷൻ ആയാലും എന്തായാലും ഞാൻ മെബെലൈൻ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ലിപ്സ്റ്റിക് കേട്ടോ. ന്യൂഡാന്ന് ചോദിച്ചാൽ ന്യൂഡാണ്, എന്നാൽ ഡാർക്കാണോ എന്ന് ചോദിച്ചാൽ ഡാർക്കുമാണ്. അത്രയും നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഡാർക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, ഇതുപോലെ ലൈറ്റായിട്ട് കുറച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ റെഡാണ് ഞാനിപ്പം ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചുണ്ടിൽ എന്താ നമ്മൾ ആദ്യം ഇടുന്നൊരു സംഭവമില്ലേ, ലിപ് ബാം, അതെൻ്റെ കയ്യിൽ തീർന്നു കേട്ടോ. അപ്പോൾ അതിട്ടിട്ടില്ല. അതിടാനാണ് ഞാനിപ്പം ഇതൊരു ടിൻഡായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ലിപ് ബാം ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ചുണ്ടിനോട് ചേരുന്ന ഒരു കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബ്ലഷും കൂടി ചെയ്താലല്ലേ ആ ഒരു ഭംഗി കിട്ടും. അങ്ങനെ അപ്പുറം ഒന്നൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു ബ്ലഷും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴല്ലേ ചിരിക്കുമ്പോൾ ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യും. അങ്ങനെ ഷോളൊക്കെ സെറ്റാക്കി ഉള്ളിൽ ടർബൻ കുത്തിയിട്ട് ഞാൻ അങ്ങനെയാണ് ഷോൾ ഇടാറ്.
അങ്ങനെ ഇതാ ഫുൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഇതാണ് എൻ്റെ ലുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സിമ്പിളായിട്ട് പുറത്തിറങ്ങുന്നത് കേട്ടോ. വലിയ കുറേ സംഭവങ്ങളൊന്നും വാരി വലിച്ചിടാറില്ല, 1, 2, 3 ഐറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്